2024 ജൂലൈ 30 കേരളം പരിഭ്രാന്തി നിറഞ്ഞ ഒരു പ്രഭാതത്തിലേക്ക് ഉണർന്ന ദിനം. ലോകമനസാക്ഷിയെ ഞെട്ടിച്ചതാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ദുരന്തത്തിൽ കരപ്പറ്റിയവർ ഉറ്റവർ എവിടെയെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ കേരളം ഒറ്റക്കെട്ടായി അവരോടൊപ്പം ചേർന്ന് നിന്ന ദിനം. പിന്നീട് സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സൈന്യത്തിന്റെയുമെല്ലാം ഒഴുക്കായിരുന്നു. സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് കാലിക്കടവിൽ നിർമ്മിച്ച ബർമ ബ്രിഡ്ജും ഹൊറിസോണ്ടൽ റോപ്പ് റെസ്ക്യൂവും അത്തരത്തിൽ വയനാട് ദുരന്തത്തെ മലയാളികൾക്ക് ഓർമ്മിപ്പിച്ചു. തൃക്കരിപ്പൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ് സർക്കാരിന്റെ പ്രദർശന വിപണന മേളയിൽ നൂതന സംവിധാനങ്ങൾ പരിചയപ്പെടുത്തിയത്. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ബർമ ബ്രിഡ്ജിലൂടെ അനായാസത്തോടെ യാത്ര ചെയ്യാനാകും. ഇപ്പോൾ ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു ഒഴുകുള്ള സ്ഥലത്ത് നമ്മൾ അതിന് ക്രോസ് ആയിട്ട് നമ്മൾ ആൾക്കാരെയും അതുപോലെ ബസ്സുകളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ താൽക്കാലിക പാലം കെട്ടാൻ പറ്റും. ഈ പാലം വളരെ സേഫാണ്, കാരണം 2 കൈവരിയുണ്ട്, കൂടാതെ നടന്നു പോകാൻ നല്ലൊരു ഉറപ്പുള്ള റോപ്പുമുണ്ട്. ഇത് മെയിനായിട്ട് പല കെട്ടുകളും ലാഷിങ്ങുകളും അതുപോലെ പല പോളുകളും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. മുണ്ടക്കയിൽ ചൂരൽമല ദുരന്ത സമയത്ത് ഹൊറിസോണ്ടൽ റോപ്പ് റെസ്ക്യൂവിലൂടെ സൈന്യം ഒരു കുഞ്ഞിനെ രക്ഷിച്ച കാഴ്ച മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. അത്തരത്തിൽ ഈ നൂതന സംവിധാനത്തിലൂടെ വളരെ പെട്ടെന്ന് സുരക്ഷാ ക്രമീകരണം ഒരുക്കാനാകും. ഒട്ടനവധി ആൾക്കാരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാനും അതുപോലെ ഡെഡ് ബോഡിയൊക്കെ അപ്പുറത്തെ കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കാനും നമ്മൾ ഏറെ ഉപയോഗിച്ച ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹാർനസ് ഉപയോഗിക്കാം. അതുപോലെ ട്രയാങ്കുലർ ഹാർനസ് അത് നമുക്കുണ്ട്. അതുപോലെ മറ്റു ഹാർനസുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ, ജീവനുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് അങ്ങനെ എടുത്തു കൊണ്ടുവരാം. ഇപ്പോൾ ഡെഡ് ബോഡിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ബോർഡിൽ, സ്പൈൻ ബോർഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ട്രെച്ചർ നോട്ട് കെട്ടിയതിനു ശേഷം ഇതുപോലെ നമ്മൾ കൊണ്ടുപോകും. ഇത്തരം സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് സമൂഹത്തിന് അറിവുണ്ടാകണമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാരിന്റെ പ്രദർശന വിപണന മേളയിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കിയത്. സംവിധാനങ്ങൾ പരിചയപ്പെടാൻ അനേകം ആളുകളാണ് മേളയിൽ എത്തുന്നതും. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.